എത്രയാണെന്നറിയാം? 140 കോടി രൂപയാണ് അലോക്കേഷൻ. ഇന്ന് എത്രയാണ് ദിവസം? ഫെബ്രുവരി 13 തീരാറായില്ല, 1.5 മാസമുള്ളൂ. ഈ 140 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാം? വട്ടപൂജ്യം. 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ ചെലവാക്കിയിട്ടില്ല. വട്ടപൂജ്യം. ഇത് ഗവൺമെന്റ് ഓർഡറാണിത്, ഗവൺമെന്റ് ഓർഡർ. എന്നിട്ടാണ് മന്ത്രി വന്ന് സംസാരിക്കുന്നത് ഗവൺമെന്റ് ഓർഡറിന് വിരുദ്ധമായിട്ടാണ്. അതിൽ ഏറ്റവും അവസാനം ഞാൻ വായിക്കാം. 502 കോടി രൂപയുടെ ST പദ്ധതികൾ 390 കോടിയായിട്ട് വെട്ടിച്ചുരുക്കി. എത്രയാ കുറവ്? 111 കോടി 76 ലക്ഷം രൂപയുടെ പദ്ധതികൾ നിങ്ങൾ വെട്ടിച്ചുരുക്കി. ലാസ്റ്റ് ഈ ജനുവരിയിൽ ഇയർ എൻഡിങ്ങിൽ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ നിങ്ങൾ 500 കോടിയുള്ള, ഞാൻ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം, 502 കോടിയുള്ള പദ്ധതി നിങ്ങൾ 390 കോടിയാക്കി വെട്ടിച്ചുരുക്കി. 111 കോടി നിങ്ങൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറയാം ഞാനൊന്നും വെട്ടിയിട്ടില്ല. ഗവൺമെന്റ് ഓർഡറാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ഈ ഗവൺമെന്റ് ഓർഡറിനെതിരായിട്ട് പറയൂ. ഇനി 3 ദിവസം കഴിഞ്ഞപ്പോൾ 25 വീണ്ടും SC ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, ഞാൻ ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് പറയുന്നില്ല, 45 കോടി 25 കോടിയാക്കിയിട്ടുണ്ട്, 50 കോടി 30 കോടിയാക്കിയിട്ടുണ്ട്. പല പദ്ധതികളും, ഇഷ്ടം പോലെ പദ്ധതികൾ, 10-20 പദ്ധതികളാണ് വെട്ടിച്ചുരുക്കിയത്. എത്രയാണെന്നറിയാമോ? 1370 കോടി രൂപയുള്ള പദ്ധതിയുടെ വെട്ടി കുറച്ചത് 920 കോടിയാക്കി കുറച്ചു. 449 കോടി 89 ലക്ഷം, 450 കോടി വെട്ടിച്ചുരുക്കി. എന്നിട്ട് പറയാണ് ഗവൺമെന്റ് ഓർഡർ വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് റീസ്ട്രക്ചർ, പ്രയോറിറ്റൈസേഷൻ, പൈസ കട്ട് ചെയ്താണ്. ഇത് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ സാർ? ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്ലാൻ സ്റ്റാഗ്നൻ്റായി നിൽക്കുമ്പോൾ കിട്ടുന്ന 10% ഈ 2% സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. ഒരു വളർച്ചയില്ല അവർക്കുള്ള പദ്ധതികളിൽ. ആ കുറവുള്ള പദ്ധതികളിലാണ് ഇത്രയും ഭീമമായ വെട്ടിക്കുറവ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ചില ന്യായീകരണങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത്, കിഫ്ബിയെ കുറിച്ച് പറഞ്ഞത് ധനകാര്യമന്ത്രിയും പറഞ്ഞു, റോഡ് ഉണ്ടാക്കുന്നില്ലേ? റോഡിൽ എല്ലാവരും പോകുന്നില്ലേ? പട്ടികജാതിക്കാർ പോകുന്നില്ലേ? ആശുപത്രി ഉണ്ടാക്കുന്നില്ലേ? ആശുപത്രിയിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, സ്കൂളിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? അങ്ങനെയാണ് ഈ ലോജിക്കാണെങ്കിൽ SCP പദ്ധതിയും TSP പദ്ധതിയും ഉണ്ടാകാൻ പാടില്ല സ്റ്റേറ്റിൽ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. യു ഹാവ് ടു പ്രൊവൈഡ് 10% allocation for the SC community and 2% for the ST community. കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആണ്. യു ഹാവ് ടു ഡു ദാറ്റ്. ജനറലായിട്ട് എന്നാൽ പിന്നെ ഈ പദ്ധതി ഒന്നും വേണ്ടല്ലോ. ജനറലായിട്ട് നടക്കുന്ന എല്ലായിടത്തും SC ST പോകുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി പർട്ടിക്കുലറായി ഇയർ മാർക്ക് ചെയ്ത പ്രോജക്റ്റാണ് വേണ്ടത്. പർട്ടിക്കുലർ. ഞാൻ ഈ വകുപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ഇനി ഒറ്റ കാര്യം പറയാം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു പട്ടികജാതിക്കാർക്ക് വേണ്ടി. നിങ്ങളിവിടെ കൊടുത്ത ഉത്തരവുണ്ട്, ധനകാര്യമന്ത്രി ഇവിടെ കൊടുത്ത ഉത്തരവ്, M. വിജിന് കൊടുത്ത ഉത്തരവാണ്. നിങ്ങൾ 15/10/24 കൊടുത്താണ് കിഫ്ബിയുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ചെലവ്, ഓരോ വിഭാഗത്തിലുള്ള ചെലവ്. നിങ്ങൾ ടോട്ടലായിട്ട് ഈ ദിവസത്തിൽ 29,774 കോടി ചെലവാക്കി. എന്ന് വെച്ചാൽ ഏകദേശം 30,000 കോടി. നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി ചെലവാക്കിയത് എത്ര? 81 കോടി. ഇത് ഏത് പൈസയാണ്? ഇത് ഏത് പണമാണ്? എൻ്റെ ചോദ്യം അതാണ്. ഇത് ഏത് പണമാണ്? ഇത് നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പണമാണ്. ഈ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ആ പൈസ കിടക്കുമായിരുന്നു. ഈ പറയുന്ന 30,000 കോടി രൂപയുടെ 10% 3,000 കോടി രൂപ SCക്കും കിട്ടുമായിരുന്നില്ലേ? കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഞാൻ പറയട്ടെ, കിട്ടുമായിരുന്നല്ലോ. അത് ഇപ്പുറത്തേക്ക് മാറ്റി. കാരണം അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 20,000 കോടിയാണ് നിങ്ങൾ ഇതുവരെ മാറ്റിയത്. നിങ്ങൾ ഇപ്പുറത്തേക്ക് മാറ്റി. എന്നിട്ട് 81 കോടി, 10% എന്ന് വെച്ചാൽ 3,000 കോടി വരും. 81 കോടിയാണ് SCക്കും STക്കും കൂടി. 12% ആണ് വേണ്ട, 2 പേർ കൂടി നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് അവർ പൊതുവായിട്ട് പണിത് ആശുപത്രിയിൽ അവർ പോയിക്കോട്ടെ, പൊതുവായിട്ട് പണിത് സ്കൂളിൽ അവർ കയറിക്കോട്ടെ എന്ന് പറയുന്ന ന്യായം എവിടെ നിന്ന്? പിന്നെ പ്ലാൻ എക്സ്പെൻഡിച്ചർ, പ്ലാൻ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എടുപ്പിച്ചു. എൻ്റെ ഓഫീസിൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കിട്ടും. ഹൗസിംഗ് സ്കീം ഫോർ ദ ഹോംലെസ് STs അണ്ടർ ലൈഫ് മിഷൻ. STക്കല്ല, ലൈഫ് മിഷനിലെ സ്കീം എത്രയാണെന്നറിയോ? ഔട്ട്ലേ പ്ലാൻ 100% സ്റ്റേറ്റ്സ്. എത്രയാണെന്നറിയോ? 140 കോടി രൂപയാണ് അലോക്കേഷൻ. ഇന്ന് എത്രയാണ് ദിവസം? ഫെബ്രുവരി
13 തീരാറായില്ല, 1.5 മാസമുള്ളൂ. ഈ 140 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാം? വട്ടപൂജ്യം. 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ ചെലവാക്കിയിട്ടില്ല. വട്ടപൂജ്യം. 1.5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ 140 കോടി രൂപ STയുടെ ഹൗസിംഗ് സ്കീമിൽ വെച്ചിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റാണ്, ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്. എന്നിട്ടാണ് ഞങ്ങളിത് പറയാൻ പാടില്ല, ഞങ്ങളിത് കൊണ്ടുവരാൻ പാടില്ല. കർണാടകയിൽ ഇവിടെ ഇപ്പോൾ ഒരു ST മന്ത്രികൾ, SCക്ക് മന്ത്രി ഇല്ലാത്ത ആദ്യത്തെ അവസ്ഥയാണ്. കർണാടകയിൽ ഞാൻ പറയാം, അവിടുത്തെ ആഭ്യന്തരമന്ത്രി പരമേശ്വർ പട്ടികജാതിക്കാരനാണ്. അവിടുത്തെ PWD മന്ത്രി പട്ടികവർഗക്കാരനാണ്, സതീഷ് ജാർക്കോളി. അവിടുത്തെ സിവിൽ സപ്ലൈസ് മന്ത്രി പട്ടികജാതിക്കാരൻ HK മുനിയപ്പ. ഈ പട്ടികജാതി വകുപ്പിന് വേറെ മന്ത്രിയും കൂടിയുണ്ട്, മഹാദേവപ്പ. 4 മന്ത്രിമാർ. അവിടെയൊക്കെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. മനസ്സിലായില്ല? ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അല്ല, പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഭവനരഹിത പട്ടികജാതി വിഭാഗക്കാർക്ക് ലൈഫ് മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി 300 കോടിയിൽ 120 കോടിയാക്കി കുറച്ചുകൂടെ പറഞ്ഞു. 60% വെട്ടിക്കുറവ് വരുത്തി. ഓരോ പ്രോജക്റ്റിലുമുള്ള, ഞാൻ ഇത് മുഴുവൻ വായിക്കാനുള്ള സമയക്കുറവ് മൂലം ഞാൻ വായിക്കുന്നില്ല സാർ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, കഴിവുകൾ, സാമൂഹ്യ നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. 10 കോടി രൂപയായിരുന്നു ഇതിൻ്റെ ബജറ്റ് വിഹിതം. ഈ പദ്ധതിക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടെന്നാണ് പുതിയ തീരുമാനം. വാത്സല്യ നിധിയോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കാണിച്ച വാത്സല്യമാണ്. 10 കോടി രൂപയുടെ പദ്ധതി ദയാരഹിതമായി, ഒരു വാത്സല്യമില്ല, മാറ്റിക്കൊടുത്തു. പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് വിദേശത്ത് പഠിക്കാൻ. ഈ പറയുന്ന ഒരുപാട് പൈലറ്റ് സ്കീമിനൊക്കെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകാശത്തൊക്കെ നോക്കി ഏവിയേഷൻ പദ്ധതി പറഞ്ഞാൽ നന്നായി. ആ വിങ്സ് എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് ധനകാര്യമന്ത്രി പറഞ്ഞു. അതിൽ 2 കോടി രൂപ ഉണ്ടായിരുന്നത് 1 കോടി രൂപയ്ക്ക് വെട്ടിക്കുറച്ച ആളാണ്. ഇപ്പോൾ 1 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ച് ആ വിങ്സ് പദ്ധതിയുടെ 2 കോടി രൂപ. എൻ്റെ മിനിസ്റ്ററെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇനി ഞങ്ങൾ പറഞ്ഞുതരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വെട്ടിക്കുറവുള്ള ഓരോ പ്രോജക്റ്റുകളിലും SC വിവിധ പദ്ധതികളിലെ പ്ലാൻ പ്രോഗ്രസ് ഫെബ്രുവരി 13 ആയല്ലോ. പ്ലാൻ പ്രോഗ്രസ്, ഹൗസ് ടു ഹൗസ്ലെസ്, കംപ്ലീഷൻ ഓഫ് പാർഷ്യലി കൺസ്ട്രക്റ്റഡ് ഹൗസ്, ഇംപ്രൂവ്മെന്റ് ഓഫ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ് ഹോൾഡ്സ്. എത്രയാണെന്നറിയാമോ? പ്ലാൻ എക്സ്പെൻഡിച്ചർ 40%. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ് ഓഫ് SC ഗേൾസ് 39%. അസിസ്റ്റൻസ് ഫോർ എഡ്യൂക്കേഷൻ ഫോർ SC സ്റ്റുഡൻസ് 67%. ട്രെയിനിങ് എംപ്ലോയ്മെന്റ് 56. വാത്സല്യനിധി 0. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് 0. അംബേദ്കർ വില്ലേജ് ഡെവലപ്മെന്റ് 39%. ഹെൽത്ത് കെയർ 42. എംപവർമെന്റ് സൊസൈറ്റീസ് ഫോർ SC യൂത്ത് 0. ഹൗസിംഗ് സ്കീം ഫോർ ഹോംലെസ് SCs അണ്ടർ ലൈഫ് മിഷൻ 30%. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കുറച്ചു. അങ്ങനെ എന്റെ പ്രസംഗം വെറുതെ അങ്ങയായിട്ട് വഴക്കടിപ്പിക്കില്ല എന്നെ. പറയല്ലേ, ഞാൻ ഈ പരിപാടി, എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 മന്ത്രിമാര് ഇവിടെ മറുപടി പ്രധാനപ്പെട്ട സർ ഇവിടെ AG റിപ്പോർട്ടിൽ എന്താ ഇപ്പോൾ കുട്ടികളുടെ സ്ഥിതി എന്താ? നിങ്ങളിതൊക്കെ പറഞ്ഞല്ലോ. AG റിപ്പോർട്ട് എന്താ? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് 2018-22 അധ്യയന വർഷങ്ങളിൽ വിവരം ശേഖരിച്ചു. മനസ്സിലായ 19,379 വിദ്യാർത്ഥികൾക്ക് 2018 മുതൽ 21 വരെ അധ്യയന വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. AG റിപ്പോർട്ടാ. നിങ്ങൾ വയനാട് ജില്ലയിലടക്കം എത്ര വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഗ്രാൻസും നിങ്ങൾ 1 വർഷത്തിലാക്കി. ആ 1 വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. എത്ര പേര് പഠനം നിർത്തി പോന്നു എന്നറിയാമോ?
ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര പേര് പ്രൊഫഷണൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമല്ലല്ലേ? അവർ വളർന്നു വന്നിട്ടല്ലേ ഇതിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക്? നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായി നമ്മൾ കൊടുക്കുന്ന റിസർവേഷന്റെ ഭാഗമായി നമ്മൾ അവരെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന സഹായമാണ് ഈ പദ്ധതികളെല്ലാം.